നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രവി അന്ന് എന്നോടൊരു കാര്യം ഏറ്റിട്ടാ പോയത്. അതിനെക്കുറിച്ച് പിന്നീടൊന്നും അറിഞ്ഞില്ല. സന്ദീപിനോട് രവി കാര്യം സംസാരിച്ചിരുന്നോ? സംസാരിച്ചു ചേച്ചി, 2-3 പ്രാവശ്യം സംസാരിച്ചു. ഒരളക്കവുമില്ല. എന്തോ കൈവശം കൊടുത്ത് മയക്കിയതുപോലെയാ അദ്ദേഹം ദേവൂട്ടിയെ ഇഷ്ടപ്പെടുന്നത്. പണ്ട് നമ്മൾ ഈ പുരാണത്തിലൊക്കെ ചില കഥകൾ കേട്ടിട്ടില്ലേ, സത്യവന്റെ ഒക്കെ കഥ, അതുപോലെ ഒരു ഇഷ്ടം. അങ്ങനെ ഒരു ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കാനല്ലേ പറ്റുള്ളൂ. ഒരിക്കലും അവർ ഒരുമിച്ച് ജീവിക്കില്ല എന്നുറപ്പല്ലേ? അങ്ങനെ നടക്കാത്തൊരു മോഹവും മനസ്സിൽ കൊണ്ട് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ എന്റെ മോളെയും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഇത് ആരോട് പറയാനായിട്ട്? സന്ദീപ് സാറിന് ആരോടെങ്കിലും അനുസരണ ഉണ്ടെങ്കിൽ അത് അമ്മയോട് മാത്രമാ. അമ്മ അരുതെന്ന് പറഞ്ഞാൽ ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഇവിടെയും അമ്മ അരുതെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാ കല്യാണം നടക്കാതിരിക്കുന്നത്. ദേവൂട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്ദീപ് സാറിന് വേറെ ആർക്കും കിട്ടുമെന്ന് തോന്നുന്നില്ലേ ചേച്ചി? എത്ര കാലം സാറ് ദേവൂട്ടി ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യം നമുക്കറിയില്ലല്ലോ. എന്നെങ്കിലും ഒരു ദിവസം മനസ്സ് മാറാതിരിക്കില്ല. അന്ന് നമുക്ക് നോക്കാന്നേ. ഹായ് അഖില. അഖില ഹായ്. അല്ല, എന്തുപറ്റി? എന്താ ഇങ്ങനെ മുന്തിരിച്ചിരിക്കുന്നത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല കിഷൻ. കഴിയുന്നത്ര കിഷൻ എന്നെ കാണാതിരിക്കുന്നതാ നല്ലത്. അല്ല, അതെന്താ അഖില അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ തവണ കണ്ടപ്പോഴും നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കാമെന്ന് പറഞ്ഞല്ലേ പിരിഞ്ഞത്. എന്നിട്ടിപ്പോ ഇത്ര പെട്ടെന്ന് സംസാരിക്കാൻ പോലും മടിക്കുന്ന മട്ടിൽ മനസ്സ് മാറാൻ എന്തുണ്ടായി? നോക്ക് കിഷൻ, ഇവിടെയൊക്കെ എന്റെ അച്ഛൻ അറിയാവുന്ന ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കണ്ടാ അവരച്ഛനോട് പോയി പറയും. ദേ, ഇപ്പൊ തന്നെ ആരൊക്കെയോ എന്തൊക്കെയോ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു പയ്യനായിട്ട് എനിക്ക് അടുപ്പമുണ്ടെന്ന് അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിരിക്കുക. അതിന്റെ പേരില് അച്ഛൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിനി കഴിയുന്നത്ര കാണാതിരിക്കാം. അതാ എനിക്കും കിഷനും നല്ലത്. ശരിയാകില്ല. അഖിലയ്ക്ക് പ്രയാസമുണ്ടാവുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കാണാം. എന്താ നിന്റെ കേശാൻ പാതി വഴിയിൽ പിരിഞ്ഞു പോകുന്നേ? നീങ്ങുവാ. അതെ, അവനെ ഞാൻ ഒഴിവാക്കിയതാടി. പ്രിലിമിനറി എക്സാം പോലും എഴുതിക്കാതെ നീ അവനെ പുറത്താക്കുവാണോ? കഷ്ടമുണ്ട് കേട്ടോ. അവനെ ഒഴിവാക്കിയില്ലെങ്കിലേ അതെനിക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും മോളെ. എന്താ നിന്റെ ഗെയിം? പുതിയ ബെസ്റ്റി ആരെങ്കിലും വന്ന് കൊത്തിയോ? ഇല്ലില്ല, അങ്ങനെ ആരും കൊത്തിയിട്ടൊന്നുമില്ല. അമ്മ എനിക്ക് വേണ്ടി ഒരു കല്യാണം സെറ്റാക്കാനുള്ള നോട്ടത്തില. അത് നടന്ന ഊട്ടിയാണ് മോളെ. പയ്യന് ഊട്ടിന്ന്? പയ്യൻ തിരുവനന്തപുരത്തുനിന്നാ. വലിയ ബിസിനസ് ഫാമിലിയാ. കോടികളുടെ സ്വത്ത്, ഒറ്റ അവകാശി. എങ്ങനെ ഒത്തു? ഒത്തൊന്നും പറയാറായിട്ടില്ല. എടി, ആ പൂക്കട നടത്തുന്ന എന്റെ ചേച്ചി നിനക്കറിയില്ലേ? അറിയാം. അവൾക്ക് വന്ന കല്യാണാലോചനയാ. പക്ഷേ സംസാരിക്കാത്ത ചേച്ചിയെ കെട്ടാൻ ആളിന്റെ അമ്മ സമ്മതിച്ചില്ല. ആ ഒഴിവിൽ എന്നെ കെട്ടിക്കാനുള്ള വഴി തേടിക്കൊണ്ടിരിക്കുക എന്റെ അമ്മ. അതൊന്നും നടന്നു കിട്ടിയാ നോക്ക്, എന്റെ മാത്രമല്ല എന്റെ മുഴുവൻ കുടുംബത്തിന്റെ രാശി മാറും. അങ്ങനെ അക്കരെ നിന്ന് വന്ന വില്ലന് വേണ്ടി നായകനാകേണ്ടിയിരുന്ന കേശാന് നീ തള്ളി പറഞ്ഞല്ലേ? ബി പ്രാക്ടിക്കൽ. ഗുണവും കനവും ഉള്ള ഭാഗം തിരിച്ചറിഞ്ഞ് അങ്ങോട്ടേക്ക് ചായണം. അതാണ് ജീവിതം വിജയകരമാക്കാനുള്ള എളുപ്പവഴി. മാധവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ സന്ദീപ് എവിടെ നിൽക്കുന്നു? ഈ കേശൻ എവിടെ നിൽക്കുന്നു? നീ ഓൾഡ് ജനറേഷൻ അല്ല മോളെ, ന്യൂജന. ന്യൂജന് മാത്രമേ ഇത്ര കണ്ട് പ്രാക്ടിക്കൽ ആവാൻ പറ്റൂ. ബെസ്റ്റ് ഓഫ് ലക്ക്.